ശ്രീ PM ഷോ, ഏതു പ്രചാരണങ്ങൾ ജനങ്ങളിലേക്ക് എത്തും എന്നാണ് കരുതുന്നത്? നിങ്ങൾ വികസനം, നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ആയുധമായി പറയുന്നത് KC വേണുഗോപാലിൻ്റെ പ്രസംഗമാണ്. ആ പ്രസംഗത്തിലെ ഈ കൈക്കൂലി പരാമർശം, അതിനെ നിങ്ങൾ തെറ്റായി ചിത്രീകരിക്കുകയായിരുന്നു എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. എന്താണ് മറുപടി? എന്നുള്ള നിലയ്ക്കല്ല, കോൺഗ്രസിൻ്റെ മനോഭാവമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇപ്പം ഞങ്ങളതൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. കാരണം മലപ്പുറത്തെയും നിലമ്പൂരിലെയും കേരളത്തിലെയും ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ എങ്ങനെയാണ് UDF ഭരണകാലത്ത് ക്ഷേമ പെൻഷൻ ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും അതിൻ്റെ വിതരണം എങ്ങനെ നടന്നിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെയും അനുഭവം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. വല്ലാതെ ഹാലിളകി ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സർവ്വതും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ വിധത്തിൽ 62 ലക്ഷത്തോളം വരുന്ന കേരളത്തിൽ ക്ഷേമ പെൻഷൻ അർഹരായിട്ടുള്ള, അത് അവകാശമായിട്ടുള്ള വലിയൊരു വിഭാഗം ജനസമൂഹത്തെ ആകെ കൈക്കൂലിക്കാർ എന്നുള്ള നിലയിലേക്കൊക്കെ ആക്ഷേപിക്കണമെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ജനം വിലയിരുത്തട്ടെ എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും ചർച്ചയാകുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ നാടിനകത്ത് നടന്നിട്ടുള്ള മുന്നേറ്റമാണ്. വികസന കാര്യങ്ങളിൽ ഉൾപ്പെടെ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൻ്റെ ആകെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള വൈവിധ്യമാർന്ന വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വിശിഷ്യ നിലമ്പൂർ നിയോജകമണ്ഡലത്തിനകത്ത് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ നടത്തിയ 2000 കോടിയോളം രൂപയുടെ വലിയ വികസന പ്രവർത്തനങ്ങൾ, അതിന് മുൻപുണ്ടായിരുന്ന കാലഘട്ടത്തിൽ സ്വന്തമായി മന്ത്രി ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു നിയോജകമണ്ഡലത്തിനകത്ത് ഏത് വിധത്തിലാണ് ഏത് വിധത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് മണ്ഡലത്തിലെ ജനങ്ങൾ മുന്നോട്ട് പോയത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ജനതയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അതിൽ നിന്ന് പുറത്തേക്ക് സമസ്ത മേഖലകളിലും നിലമ്പൂർ മണ്ഡലത്തിനകത്തെ പൊതുവിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ റോഡുകളുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ വൈവിധ്യമാർന്ന മേഖലകളിൽ അവിടുത്തെ ആ മണ്ഡലത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 9 വർഷക്കാലം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ആ ഇടപെടലുകൾ അത്രയും ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് ഇന്നിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളോട് സംവദിച്ചുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അത് കാണുന്നതിന് വേണ്ടി, അത് വിലയിരുത്തുന്നതിന് വേണ്ടി, അത് വിലയിരുത്തി ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നതിന് വേണ്ടി നിലമ്പൂരിലെ ജനങ്ങൾ തയ്യാറാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.